ഹായ്, എൻ്റെ പേര് ജാൻസി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് QA QCനെ കുറിച്ചാണ്. എൻ്റെ കൂടെയുള്ളത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അനീസ് സാറാണ്. ഏകദേശം ഈ ഒരു ഫീൽഡിൽ 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് സാറിന്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സാറിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഹായ് സർ. ഹായ്. എന്താണ് ഈ QA QC? QA എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അഷുറൻസ് എന്നും QC എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കൺട്രോളിംഗ് എന്നുമാണ്. നമ്മൾ പെട്ടെന്ന് ഈ QA QC എന്ന് കേൾക്കുമ്പോൾ ഇത് ഒരുമിച്ചാണ് സാധാരണ ഇത് പറയും. QA QC എന്ന് ഒരുമിച്ചാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ പലർക്കും ഒരു ധാരണയുണ്ട് QAയും QCയും ഒരൊറ്റ കോഴ്സാണോ അല്ലെങ്കിൽ ഒന്നാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ശരിക്കും QA QC എന്ന് പറഞ്ഞാൽ ഒരു അമ്മ പെറ്റ മക്കളാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം രണ്ടും ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ രണ്ടും ഒന്നല്ല. ഇപ്പോൾ QA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി അഷുറൻസ്, QC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കൺട്രോളിംഗ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞ ഒരു പേന ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു പേന എന്ന് പറയുന്നത് ഒരു മെഷീനിൽ നേരെ പേനയായിട്ട് വരികയല്ല ചെയ്യുന്നത്. അതിന് ക്യാപ്പ് ഉണ്ടാക്കണം, അതിന് ബോഡി ഉണ്ടാക്കണം, റീഫിൽ ഉണ്ടാക്കണം, നിബ്ബ്, പിന്നെ ലാസ്റ്റ് ഇതെല്ലാം അസംബിൾ ചെയ്തിട്ടാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പല സ്റ്റേജസിലൂടെ കടന്നിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജസിലും നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് എന്ന് പറയുന്നതാണ് ശരിക്കും ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്തുള്ള ഡിഫക്റ്റ് കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് ഡിഫക്റ്റ് ഇല്ലാതെ തന്നെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി അഷുറൻസിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് ക്വാളിറ്റി അഷുറൻസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ചേഞ്ചസ് അതിനകത്ത് വരുത്താൻ പറ്റും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്ത് തന്നെ നമുക്ക് എന്തെങ്കിലും അതിനകത്തൊരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വാളിറ്റി അഷുറൻസിലോട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും ഒരു കടമയാണ്. ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അത്. QC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കൺട്രോളിംഗ് ആണ്. ക്വാളിറ്റി കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്തു. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു TV ഉണ്ടാക്കി, ഒരു മൊബൈൽ ഉണ്ടാക്കി. പിന്നെ നമ്മളത് കാണാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടതായിട്ടുണ്ട്. അത് സെല്ല് ചെയ്യണം. അപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കമ്പനിയും വിട്ടുവീഴ്ച ചെയ്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ ചെല്ലുകയെന്ന് വിചാരിക്കുക. കടയിൽ ചെന്നാൽ ഇപ്പോൾ ഒരു മൊബൈൽ മേടിക്കാൻ ചെല്ലുവാണ്. ഒരു മൊബൈൽ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ആ കടയിലുള്ള എല്ലാ മൊബൈലും നമ്മൾ ഓണാക്കി നോക്കാറുണ്ടോ? ഇല്ല. ഇപ്പം എന്താണ്, ഇപ്പോൾ നമ്മളൊരു ഒരു മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ എന്ത് ചെയ്യും, ആ കടക്കാരൻ തരുന്ന മൊബൈൽ അയാൾ അതിനകത്തൊരു വിശ്വാസം കൊടുക്കുന്നുണ്ട്. അല്ല, കമ്പനിയിൽ നമ്മൾ അർപ്പിക്കുന്നൊരു വിശ്വാസമാണ് എന്ന് പറയുക. ആ ക്രെഡിബിലിറ്റിയിൽ കമ്പനികൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യത്തില്ല, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യത്തില്ല. കാരണം ക്വാളിറ്റിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനി വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിക്ക് സർവൈവ് ചെയ്യാനായിട്ട്, സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റോ അല്ലെങ്കിൽ ഒരു ഡാമേജോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഈ പറയുന്ന ഒരു കൺസ്യൂമർ ഫോറത്തിലൊക്കെ പോയി നമ്മൾ പരാതിയെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു നഷ്ടപരിഹാരമൊക്കെ മേടിക്കുന്നത്. ഇന്ന് നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ തന്നെ ഇത് അൺബോക്സിങ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയുണ്ട്, അല്ലേ? അപ്പോൾ ഇത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത് അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം ഷൂട്ട് ചെയ്ത്, ഇപ്പം ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ അവർ തിരിച്ച് റിട്ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ തന്നെ അവർ കാണണമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ കയ്യിലേക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്, നമ്മൾ വിശ്വസിച്ചൊരു കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു, ആ പ്രൊഡക്റ്റ് നമ്മൾ നോക്കുന്നു. ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും തരത്തിൽ ഡിഫക്റ്റഡ് ആയിട്ടൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അത് വീഡിയോ എല്ലാം എടുത്ത് നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയസിലൂടെ എല്ലാം പ്രചരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഇന്ന് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തും ഈ ലോകത്തും ഉണ്ട്. ഗ്ലോബലൈസേഷൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ ക്രെഡിബിലിറ്റി, ക്വാളിറ്റി ഇതിൽ കമ്പനികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്തതിന് ശേഷം അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇത് QAയിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഡിഫക്ട്സ് ഇല്ലാതെ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ ഒരു 100 പീസ് എടുക്കുമ്പോൾ, 100 പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് 1-2 എണ്ണത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡിഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 1-2 എണ്ണം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഈ 100 എണ്ണം എന്ത് ചെയ്യേണ്ടി വരും, ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എല്ലാ പ്രൊഡക്ഷൻ കമ്പനികളിലും ആക്ച്വലി QCയുടെ ഒരു വിങ് ഉണ്ടാവും. ആ QC സെക്ഷനിലൂടെ എല്ലാ പ്രൊഡക്റ്റും കടന്നുപോയി അവർ അതിനെ പാസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് QC. അപ്പോൾ QA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ടില്ല. ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. QC എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിനെ മാർക്കറ്റിലേക്ക് ഇറക്കുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ക്വാളിറ്റി കൺട്രോളിംഗ് എന്ന് പറയുന്നത്.
ബേസിക്കലി ഈ ക്വാളിറ്റി കൺട്രോളിംഗ് ആണെങ്കിലും ക്വാളിറ്റി അഷുറൻസ് ആണെങ്കിലും നമുക്കത് പല രീതിയിലുള്ള ടെസ്റ്റിംഗ് മെത്തേഡുകൾ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ QA ആണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കയറി വരും. QC ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടെസ്റ്റിംഗ് മെത്തേഡ് NDT പോലെയുള്ള ടെസ്റ്റിംഗ് മെത്തേഡുകളാണ് നമ്മൾ ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ബേസിക്കലി QA QC. ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് QAയും QCയും ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടിയും ഒന്നല്ല, രണ്ടാണ് ശരിക്കും. QAയും QCയും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. സർ, QA QC പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഏതൊക്കെ മേഖലകളിൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ ജോലി സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ QCയുടെ സിലബസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തെല്ലാമാണ് ഈ QC എന്ന് പറഞ്ഞ കോഴ്സിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. QCയിൽ പ്രധാനമായിട്ടും വരുന്നത് NDT, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അത് പ്രധാനമായിട്ട് അതിനകത്ത് പെനട്രന്റ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്, മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, അൾട്രാസൗണ്ട് ടെസ്റ്റിംഗ് വരുന്നുണ്ട്, റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് വരുന്നുണ്ട്, എഡി കറന്റ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്, വിഷ്വൽ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചില NDT മെത്തേഡുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വെൽഡിംഗ് ഇൻസ്പെക്ഷൻ ഈ QCയുടെ ഒരു സിലബസിൻ്റെ ഭാഗമാണ്. വെൽഡിങ്ങിൽ പ്രധാനമായിട്ടും അതിൻ്റെ ടൈപ്സ് ഓഫ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കും, ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കും, നോമൻ ക്ലച്ചർ, സിമ്പിൾസ്, അതിൻ്റെ ഡിഫക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെൽഡിങ്ങിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗിൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ പൈപ്പിങ്ങിൻ്റെ ഫിറ്റിങ്സ്, അതുപോലെ തന്നെ വാൽവുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോയിങ്ങുകൾ, P&ID, അതുപോലെ തന്നെ ഐസോമെട്രിക് ഡ്രോയിങ്ങുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സിലബസ് കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തെല്ലാം ജോലി സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ QC ഇൻസ്പെക്ടറായിട്ട് ഒരാൾക്ക് ജോലി കയറാനായിട്ട് സാധിക്കും, NDT ഇൻസ്പെക്ടറായിട്ട് ജോലി കയറാനായിട്ട് സാധിക്കും, വെൽഡിംഗ് ഇൻസ്പെക്ടറായിട്ട് ജോലി കയറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൈപ്പിംഗ് ഇൻസ്പെക്ടറായിട്ട് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ആയിട്ട് ബന്ധപ്പെട്ട ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമ്മളിപ്പം ഇൻസ്പെക്ടർ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് ബിടെക് ഒരു ബിരുദധാരിയാണ് എന്നുണ്ടെങ്കിൽ ഒരു QC എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ബിടെക് ബിരുദമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഇതിലൊരു സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ഇപ്പം കയറാൻ സാധിക്കും. അത് മാത്രമല്ല ഇതിൽ QC എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ടെക്നീഷ്യൻ ലെവലിലേക്കാണ് ജോലിക്ക് കയറുന്നത്. ഒരു NDT ടെക്നീഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു വെൽഡിംഗ് ഇൻസ്പെക്ടറൊക്കെ ആയിട്ട് നമുക്ക് ജോലി കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഡെസിഗ്നേഷൻ എന്ന് പറയും. അതായത് NDT ഇൻസ്പെക്ടർ, വെൽഡിംഗ് ഇൻസ്പെക്ടർ, പൈപ്പ് ലൈൻ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ NDT ടെക്നീഷ്യൻ, അങ്ങനെയുള്ള QC ഇൻസ്പെക്ടർ, QC ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡെസിഗ്നേഷൻ എന്നതുപോലെ തന്നെ നമുക്ക് ഏതെല്ലാം ഫീൽഡിൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ QC ഇല്ലാത്തൊരു കമ്പനിയും ഇന്നില്ല. QC നിർബന്ധമായിട്ട് ഒരു മുട്ടുസൂചി ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ പോലും അവിടെ QCയുടെ ഒരു വിങ് ഉണ്ടാവും. ഈ പ്രൊഡക്റ്റ് QC സെക്ഷനിലൂടെ കടന്നുപോയി മാത്രമേ അത് മാർക്കറ്റിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ പ്രൊഡക്ഷൻ കമ്പനികളിലും ഈ QCക്ക് ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിപ്പം ഏത് പ്രൊഡക്ഷൻ കമ്പനിയാണ്, ഇപ്പം നമ്മൾ അതുപോലെ ഏത് ഇൻഡസ്ട്രി ആയിപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെട്രോളിയം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എയ്റോസ്പേസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, മറൈൻ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് സെക്ഷനിൽ നിങ്ങൾ പോയാൽ ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെ എല്ലാം QCക്ക് വളരെ വലിയ സാധ്യതകളാണ് ഉള്ളത്. അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ സാധ്യതകൾക്കൊന്നും ഒരു മങ്ങലേൽക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു സാലറി ബേസിൽ നമ്മൾ നോക്കുകയാണെന്നത്, അതായത് എവിടെയാണ് ഏറ്റവും കൂടുതൽ QC പഠിച്ചിട്ട് സാലറി കിട്ടുക എന്നുള്ളതിനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഒരു പെട്രോളിയം ഇൻഡസ്ട്രി, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വളരെ റാപ്പിഡായിട്ടുള്ളൊരു സാലറിയിലൊരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് ഇതിലവിടെ ഏത് ഇൻഡസ്ട്രിയിലും QCക്ക് സാധ്യതകളുണ്ട്. അവിടെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും വർക്ക് ചെയ്യേണ്ട ഒരു ഡെസിഗ്നേഷൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ QC ഡോക്യുമെൻറ്റേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും, QC ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, NDT ഇൻസ്പെക്ടറായിട്ട്, NDT ടെക്നീഷ്യനായിട്ട്, വെൽഡിംഗ് ഇൻസ്പെക്ടറായിട്ട്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഇവിടെ എല്ലാം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സർ, അതുപോലെ തന്നെ QA QCക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഫീൽഡിൽ ഷൈൻ ചെയ്യാൻ സാധിക്കുക സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഓക്കെ, അപ്പം QA QC എന്ന് പറഞ്ഞ കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് ബേസിക്കലി 10th പാസ്സായാൽ മതി. 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരാൾക്ക് QA QC കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞൊക്കെ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നവർ വളരെ വളരെ ചുരുക്കമാണ്.
ഒന്നുകിൽ +2 കഴിഞ്ഞിട്ട് ധാരാളം കുട്ടികൾ വരാറുണ്ട്, അതല്ലെങ്കിൽ അവരേതെങ്കിലും തരത്തിലുള്ള ഡിഗ്രി, ഡിപ്ലോമ, BTech ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് വരിക. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് തീർച്ചയായിട്ടും പറയാം, ഒരു 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഏത് രീതിയിലുള്ള ആളുകൾക്കാണ് ഇതിനകത്ത് ഷൈൻ ചെയ്യുക, അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമുക്കറിയാം ഓരോ ജോലിക്കും ഓരോ സ്വഭാവമാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡോക്ടറുടെ ജോലിയുടെ സ്വഭാവമല്ല ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ സ്വഭാവം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലിയുടെ ഒരു വർക്ക് നേച്ചറല്ല ഒരു ടീച്ചിങ് ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ജോബിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തി വരുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവം വേറെ രീതിയിലാണ്. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി പുറമേ നിന്ന് നോക്കിക്കാണുമ്പോൾ അവർ AC ക്യാബിനിലിരുന്ന് വളരെ ഒരു ലാപ്ടോപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു പ്രതീതി. പുറമേ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സുഖകരമായ ഒരു ജോലിയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്കറിയാം, ഈ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ്സ് കാര്യങ്ങൾ അവർക്കുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിന് ഡെഡ് ലൈൻ കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരതിൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ്സിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഒരാൾ ചെയ്യുന്ന ജോലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും അവർ വളരെ സിമ്പിളായിട്ടാണ് ജോലി ചെയ്യുന്നത് പുറമേ നിന്ന് നോക്കുന്ന ആൾക്ക് തോന്നും. പക്ഷേ നമുക്കറിയാം, ഒരു പണം കൈകാര്യം ചെയ്യുന്ന ഒരു ജോലിയാകുമ്പോൾ അതിൻ്റേതായിട്ടൊരു ടെൻഷൻ തീർച്ചയായിട്ടും ആ ജോലിക്ക് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജോലി എന്ന് പറയുന്നത്, നമ്മുടെ QA/QC എന്ന് പറയുന്ന ജോലി ചെയ്യുന്നത് അതൊരു മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അവിടെ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സിനേക്കാളും കൂടുതലായിട്ട് ഫിസിക്കൽ സ്ട്രെയിൻ ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് QA/QC എന്നുള്ളത്. അതായത് ഫിസിക്കൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന നമ്മൾ വളരെ ബുദ്ധിമുട്ടേറിയ കട്ടിപ്പണി എടുക്കുക അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഫിസിക്കൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയടിക്കേണ്ടതായിട്ട് വരും, വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും, മഴ നനയേണ്ടതായിട്ട് വരും. നമ്മൾ ഫീൽഡിൽ നിന്ന് ഫീൽഡിലേക്ക്, ഇപ്പോൾ നമ്മളെപ്പോഴും ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാനും നമുക്ക് സാധിച്ചൊന്നും വരില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ഫീൽഡിലായിരിക്കും ജോലി, അപ്പോൾ അവിടെ നിന്ന് വേറെ ഫീൽഡിലേക്ക് നമുക്ക് യാത്ര ചെയ്ത് പോകേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫിസിക്കൽ സ്ട്രെയിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു ജോലിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ QC എന്ന് പറയുന്ന ഒരു കോഴ്സിന് വളരെയേറെ ഒരു പ്രചാരമുള്ള ഒരു സ്ഥലമല്ല. QCക്ക് പ്രധാനമായിട്ടും ഒന്നുകിൽ ഔട്ട് ഓഫ് കേരള, പറയുന്ന മുംബൈ, ഗുജറാത്ത്, പൂനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ അതായത് കൂടുതൽ പ്രൊഡക്ഷൻ കമ്പനികളുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് വളരെ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് പോലുള്ള ഏരിയകളിൽ, അവിടെയൊക്കെയാണ് തീർച്ചയായിട്ടും QCക്ക് കുറച്ചും കൂടി വിപുലമായിട്ടുള്ള സാധ്യതകളുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ ഇത്രേ ഉള്ളൂ, ഈ ഒരു കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും അവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും വളരെ ഈ പറയുന്ന ഈ ഒരു AC റൂമിലിരുന്ന് ആ ഒരു മേലനങ്ങാതെ ജോലി ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ജോലിയല്ല ഇതുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജോലികൾ ഈ ഫീൽഡിലുണ്ട്, QC ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളിലൊക്കെ അത് കിട്ടും. പക്ഷേ എന്നിരുന്നാലും ഇതിനകത്തേക്ക് പ്രവേശിച്ച് ഇതിനകത്തൊരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തീർച്ചയായിട്ടും ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു സൈറ്റിൽ പോയി നിന്ന് തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് പോയി ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഫിസിക്കൽ സ്ട്രെയിനുകൾ, അതായത് പൊടി അനിക്കേണ്ടി വരും, വെയിൽ കൊള്ളേണ്ടി വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ആർക്ക് ശോഭിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഷൈൻ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, ഇതിനെല്ലാം തയ്യാറാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിൽ ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു കോഴ്സ് പഠിച്ച് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ 2-3 മാസങ്ങൾ എന്ന് പറയുന്നത് വളരെ കഠിനമായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജോലി സാധ്യതകൾ ഞാൻ ആദ്യം പറഞ്ഞത് കേരളത്തിന് പുറത്താണ്. അപ്പോൾ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവന് ഭാഷയുടെ പ്രശ്നങ്ങൾ വരും, ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ വരും, അക്കോമഡേഷൻ്റെ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ അവനായിരിക്കുന്ന സ്ഥലങ്ങളിൽ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഇതെല്ലാം ആയിട്ടൊരു 2-3 മാസം വളരെ തീവ്രമായിട്ട് തന്നെ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് സർവൈവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വളരെ വലിയ ഭാവി ഈ ഒരു കോഴ്സിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്കറിയാം, ഈ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളിലെല്ലാം തന്നെ എക്സ്പീരിയൻസിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്ത് നമ്മൾ അതിനകത്ത്
ഒരു സ്കില്ല് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അത് ഏത് മേഖലയാണെങ്കിലും നമ്മൾ ഒരുപാട് നാൾ ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യും, നമ്മൾ വളരെയധികം അതിനകത്ത് അഗ്രഗണ്യരാകും. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. QA/QCയിൽ നമ്മൾ ചെന്ന് എത്തി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. പലരും ആ ഒരു സമയത്ത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു 2-3 മാസം അവിടെ നിന്ന് നമ്മൾ ആ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പൊരുത്തപ്പെട്ട് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കും, ഭാഷ പഠിച്ചെടുക്കാൻ സാധിക്കും, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുശേഷം പിന്നെ ഇതെല്ലാം നമുക്ക് നമ്മുടെ സാധാരണ ജീവിതം പോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ഫിസിക്കൽ സ്ട്രെയിൻ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല, നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും എനിക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു വർഷം കഴിയുമ്പോഴേക്കും എനിക്ക് നല്ല രീതിയിലൊരു പോസ്റ്റിലേക്ക് ജോലിക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിൽ ബോധ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സർ, അതുപോലെ തന്നെ ഇപ്പോൾ QA/QC പഠിച്ചിറങ്ങുന്ന ഒരു ഫ്രഷറിന് അവർക്ക് കിട്ടാവുന്ന ഒരു പാക്കേജ് എങ്ങനെയാണ്, സാലറി പാക്കേജ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ സ്റ്റുഡൻ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു വെച്ചാൽ ആ സമയത്ത് അവർക്ക് കിട്ടാവുന്ന പാക്കേജ് എങ്ങനെയാണ്, അവരുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? നമുക്ക് നമ്മൾ സാലറിയെക്കുറിച്ച് പറയുമ്പോൾ അത് സാലറി എന്ന് പറയുന്നത് തീർച്ചയായും ആപേക്ഷികമാണ്. ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം നമ്മൾ ആദ്യം ജോബ് ഡെസിഗ്നേഷൻസിനെ കുറിച്ച് പറഞ്ഞു. NDT ടെക്നീഷ്യന്, NDT ഇൻസ്പെക്ടർ, QC ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ വെൽഡിംഗ് ഇൻസ്പെക്ടർ. ഈ ജോലികളിലെല്ലാം വൈദഗ്ധ്യങ്ങളിൽ വ്യത്യാസമുണ്ട്, സ്കില്ലിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെനട്രൻ ടെസ്റ്റിംഗ്, നമ്മൾ NDT ചെയ്യുന്നൊരു ടെസ്റ്റിങ്ങാണ് പെനട്രൻ ടെസ്റ്റിംഗ്. പെനട്രൻ ടെസ്റ്റിംഗ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് പൊതുവേ സ്കില്ല് കുറഞ്ഞ ഒരു ജോലിയായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ടാണ് പൊതുവെ ഇതിനകത്ത് നമ്മൾ പറയുന്നത്. പക്ഷേ അൾട്രാസൗണ്ട് ടെസ്റ്റിങ്, റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്, എഡി കറന്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഹൈലി സ്കില്ല് വേണ്ട ചില ടെസ്റ്റിംഗ് മെത്തേഡുകളാണ്. അത് ഒരാൾക്ക് പെട്ടെന്ന് ചെന്ന് ചെയ്യാനൊന്നും ഒരിക്കലും സാധിക്കത്തില്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സാലറിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ടെസ്റ്റിങ്ങുകളും കൂടെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ പെനട്രൻ ടെസ്റ്റിങ് അതുപോലെ തന്നെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് പോലെയല്ല അൾട്രാസൗണ്ട് ടെസ്റ്റിംഗ്. റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് വളരെ വലിയ സാലറിയിലേക്ക് പോകാൻ സാധിക്കുന്ന ടെസ്റ്റിംഗാണ്. പക്ഷേ പെനട്രൻ ടെസ്റ്റിങ്ങിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്പനികൾ പൊതുവെ ഈ മൾട്ടി ടെസ്റ്റിങ്ങുകളാണ് ചൂസ് ചെയ്യുന്നത്. അതായത് പെനട്രൻ ടെസ്റ്റിങ് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് ടെസ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ, സാലറി എന്ന് പറയുന്നത് നമ്മൾ ഏത് മേഖലയിലേക്ക് പോകുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ പൊതുവേ നമുക്ക് ജനറലായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവലിൽ നമുക്കൊരു 12 തൊട്ട് 18 വരെയുള്ള ശമ്പളമാണ് സാധാരണ ഇതിൽ കിട്ടുക. പക്ഷേ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ് നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയുന്നത് നിങ്ങളിപ്പം ഒരു റിഗ്ഗിൽ അല്ലെങ്കിൽ ഓഫ് ഷോറിൽ നിങ്ങളൊരു QC ഇൻസ്പെക്ടറായിട്ടോ അല്ലെങ്കിൽ NDT ടെക്നീഷ്യനായിട്ടോ നിങ്ങൾ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി സ്കെയിലിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്കൊരു 30,000 രൂപയിലേക്ക് 35,000 രൂപ വരെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കാരണം ഓഫ് ഷോർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ റിസ്ക്കി ആയിട്ടുള്ള ജോബിലേക്ക് നമ്മൾ പ്രവേശിക്കുക, നമ്മുടെ കണ്ടീഷൻസ് കുറച്ചും കൂടെ റിസ്ക്കി ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു മേഖലയിൽ കുറച്ചുകൂടെ സാലറി കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് ജനറലി നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ നിന്നും വേറിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 12,000 മുതൽ 18,000 രൂപ വരെയുള്ള സാലറിയാണ് സാധാരണ ഒരു ഫ്രഷറിന് നമുക്ക് ഈ മേഖലയിൽ കിട്ടുക. ഇനി നമ്മൾ ഒരു സാലറിയിൽ ഉയർന്നു പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. കാരണം കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ ശമ്പളം കിട്ടുക എന്നുള്ളത് ഒരു പൊതുതത്വമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ലോജിക്കുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്ക് ഏതെല്ലാം ഹയർ പോസ്റ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു NDT ടെക്നീഷ്യനായിട്ട് കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നീട് ഒരു QC ടെക്നീഷ്യനായിട്ട് കയറുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പിന്നീട് ഒരു NDT സൂപ്പർവൈസറായിട്ട് അല്ലെങ്കിൽ ഒരു QC സൂപ്പർവൈസറായിട്ട് അതല്ലെങ്കിൽ പിന്നെ ഒരു QC എഞ്ചിനീയറായിട്ടൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വലിയ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ അദ്ദേഹത്തിന് ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ ഉയർന്ന പോസ്റ്റുകളിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ സാലറിയിൽ ഒരുപാട് വ്യത്യാസം വരും. ഇനി അതിൽ തന്നെ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സാലറി ആയിരിക്കില്ല അതേ പോസ്റ്റിന് നിങ്ങളൊരു മിഡിൽ ഈസ്റ്റിൽ സൗദിയിലോ അല്ലെങ്കിൽ ഖത്തറിലോ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടാനായിട്ട് പോകുന്നു.
നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു QC ടെക്നീഷ്യൻ, ഒരു NDT ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് ചിലപ്പോൾ 35,000 40,000 രൂപ ശമ്പളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ ജോലി നിങ്ങൾ മിഡിൽ ഈസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടും. 6 ലക്ഷം രൂപ വരെ ശമ്പളം മേടിക്കുന്നവർ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഈ QC എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചിട്ട് QC കോഴ്സ് പഠിച്ച് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന 6 ലക്ഷം രൂപ വരെ മാസം ശമ്പളം മേടിക്കുന്ന ആൾ പേഴ്സണലായിട്ട് തന്നെ എനിക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ്. നമ്മൾ 1 വർഷം ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന റെക്കഗ്നീഷനോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി ആയിരിക്കില്ല ഇതിനകത്തൊരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടുന്നത്. അപ്പം സാലറിയിൽ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ എത്രമാത്രം സ്കിൽഡ് ആയിട്ടുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, മറ്റൊന്ന് നിങ്ങൾ എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. സർ, ഈ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഈ കോഴ്സ് 3 മാസ ഡ്യൂറേഷനാണ് സാധാരണ ഇതിൽ വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് കൂടി ചേർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് കോഴ്സായിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ QA/QC എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 3 മാസത്തെ കോഴ്സാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് QA/QCയുടെയും പഠിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില ഹയർ കോഴ്സുകളുണ്ട്. ഇപ്പോൾ C-Ship, B-Gas പോലുള്ള ലെവൽ 3, ഇപ്പോൾ NDT ആണെന്നുണ്ടെങ്കിൽ ലെവൽ 3 പോലുള്ള ചില ഹയർ കോഴ്സുകളുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 15 ദിവസത്തേക്ക് ട്രെയിനിങ് കൊണ്ട് തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് QA/QC മേഖലയിൽ ഒരു 3-4 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹയർ കോഴ്സുകൾ കൂടി അവർ ചിന്തിക്കണമെന്നാണ് എനിക്ക് അവരോട് ആവശ്യപ്പെടാനുള്ളത്. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം, എങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. QA/QC പഠിപ്പിക്കുന്ന, ഓയിൽ ആൻഡ് ഗ്യാസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂണുപോലെ മുളച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയാണ്. പല കുട്ടികളും സർട്ടിഫിക്കറ്റുമായിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുകയും അല്ലെങ്കിൽ മറ്റ് കമ്പനികളിലൊക്കെ ചെല്ലുമ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റിനൊന്നും അവർ പറയുന്നത്ര വാലിഡിറ്റി ഇല്ല അല്ലെങ്കിൽ വാല്യൂ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ജെന്യുയിനാണോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പം NDTയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ASNT സർട്ടിഫിക്കറ്റ് അത് ലെവൽ 3 സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെൽഡിംഗ്, പൈപ്പിംഗ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ TUV റെയിലാൻ്റെ സർട്ടിഫിക്കറ്റ് വാൾഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, AWSൻ്റെ സർട്ടിഫിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള വാൾഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ്. കാരണം ഈ ഒരു കോഴ്സ് പഠിച്ച് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത പല ഫാക്കൽറ്റീസുമാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പഠിപ്പിക്കുന്നത്. ഈ മുറിവൈദ്യന് ആളെ കൊല്ലും എന്ന് പറയുന്നൊരവസ്ഥയാണ്. അതായത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ അവർ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന അവർ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി അവരവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴാണ് ഈ ഇൻഎക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ഇവരെ പഠിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾ മനസ്സിലാക്കുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരിങ്ങനെ കളിച്ച് ചിരിച്ചങ്ങ് പോവും. പക്ഷേ ഒരു കമ്പനിയിലേക്ക് കയറി കഴിയുമ്പോൾ അത് കുട്ടികളെ വളരെയധികം ബാധിക്കാറുണ്ട്. അവർ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസിൻ്റെ ക്വാളിറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, നേരത്തെ പഠിച്ചു പോയ ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി, അങ്ങനെയാണ് നമ്മൾ നല്ല ഫാക്കൽറ്റീസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പഠനത്തിന് ശേഷം പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ QA/QC പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, QC എന്ന് പറയുന്ന ഒരു കോഴ്സിന് കേരളത്തിൽ വലിയ സാധ്യതകളില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തേക്ക് ഉള്ള കമ്പനികളെക്കുറിച്ച് കുട്ടികൾക്ക് വലിയ അറിവൊന്നും ഉണ്ടാവുകയില്ല, അവിടെയുള്ള ആളുകളുമായിട്ട് കോൺടാക്റ്റുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് QC പോലുള്ളൊരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ
നമുക്കറിയാം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് തികച്ചും തിയറട്ടിക്കലായിട്ടുള്ളൊരു കോഴ്സല്ല. നമുക്ക് ഇതിനകത്തൊരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് വളരെ പ്രത്യേകതയുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് എത്രമാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാര്യമാണ്. വളരെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു വസ്തുതയുമാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അവിടെ കൃത്യമായിട്ടൊരു പ്ലേസ്മെൻറ്റ് സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്ലേസ്മെൻറ്റ് മാനേജർ അവർക്കുണ്ട്, അവരുടെ ബ്രാഞ്ചസിൽ കൃത്യമായിട്ട് പ്ലേസ്മെൻറ്റ് വിങ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ കൃത്യമായിട്ടുള്ള പ്ലേസ്മെൻറ്റുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങും, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷേ എവിടെയാണ് ചെല്ലേണ്ടത്, ഏത് വാതിലാണ് മുട്ടേണ്ടത്, എവിടെയാണ് റെസ്യൂം കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവുകയില്ല. അത് കുട്ടികൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ബോംബെ ചെന്നിട്ട് ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭാഷയുടെ പ്രശ്നങ്ങൾ വരും, അവിടെ അക്കോമഡേഷൻ റെഡിയാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രമാത്രം അവരുടെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. അതിൽ തന്നെ പ്രധാനമായിട്ടും ലാബുകൾ. ഇപ്പോൾ QC എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലാബിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മളിപ്പം NDT നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, അപ്പോൾ അതിനകത്ത് പെനട്രൻ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ഉണ്ട്, അൾട്രാസൗണ്ട് ടെസ്റ്റിംഗ് ഉണ്ട്, റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ഉണ്ട്, എഡി കറന്റ് ടെസ്റ്റിംഗ് ഉണ്ട്. ഇതിനൊക്കെ ലാബ് പ്രൊവൈഡ് ചെയ്യുന്ന കൃത്യമായിട്ട് ലാബ് ചെയ്യാൻ അറിയാവുന്ന ഫാക്കൽറ്റീസ് അവിടെയുണ്ടോ, അല്ലെങ്കിൽ ഓരോ ടെസ്റ്റിംഗ് കഴിയുമ്പോഴും കൃത്യമായിട്ട് അവർ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അവരുടെ ലാബിൽ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റുകളുണ്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ പൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ആ പൈപ്പിങ്ങിൻ്റെ ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സ്ട്രക്ചർ അവിടെയുണ്ട്, ആ ഡ്രോയിങ് പഠിക്കാനായിട്ടുള്ള ലാബ് ഫെസിലിറ്റീസ്, അതിൻ്റെ ഫിറ്റിങ്സുകൾ, അല്ലെങ്കിൽ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വെൽഡിങ് ഇൻസ്പെക്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പീസുകൾ, അതെല്ലാം ആ ലാബിലുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി തരാനുള്ള ലാബ് അവിടെയുണ്ട്. അപ്പം ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് എങ്ങനെയാണ് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമുക്കറിയാം ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വരുന്നു, പഠിക്കുന്നു, പിന്നെ അവരുടെ കാര്യത്തിലൊന്നും അവർ ഇടപെടുന്നില്ല. ചില കുട്ടികൾ വരുന്നു, അവർ പഠിക്കുന്നു, ചില കുട്ടികൾ വരുന്നില്ല. അപ്പോൾ വീട്ടുകാർ വിചാരിക്കുന്നു കുട്ടികൾ അവിടെ പോയിട്ട് അവർ പഠിക്കുന്നുണ്ട്, ഇനി അവരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്, അവർ അധ്യാപകരെ നോക്കിക്കോളും, അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളും എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുക. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. അവർ വരുന്നു, കുട്ടികൾ പഠിക്കുന്നു, ചില കുട്ടികൾ പഠിക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ പഠിക്കാൻ വരുന്ന ഓരോ കുട്ടിയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തത്തിലാണ് വരുന്നതെന്നുള്ള ബോധ്യം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കണം. ഇന്നൊരു കുട്ടി ക്ലാസ്സിൽ വന്നില്ല, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ വരാത്ത കുട്ടിയെ അവൻ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം വിളിച്ചന്വേഷിക്കുക. അവനെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന്. കാരണം പല കുട്ടികളും വീട്ടിൽ നിന്നൊക്കെ മാറി ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ മാത്രമല്ല മറ്റ് കാര്യങ്ങളിലും അവർക്ക് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, ഇവിടെ അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ. അപ്പോൾ കാരണം മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ ഓടിയെത്താനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ മറ്റ് കാര്യങ്ങളിൽ കൂടി, അതായത് പഠന കാര്യങ്ങൾ മാത്രമല്ല അവരുടെ മറ്റ് കാര്യങ്ങളിൽ കൂടി തൽപരരാകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഒത്ത് വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ആദി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എറണാകുളത്തുള്ള ആദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ആ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ലാബുണ്ട്, നല്ല ഫാക്കൽറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾ അവർക്ക് എല്ലാ തരത്തിലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്ക് വരരുത് എന്നുള്ള ചിന്തയിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ ആ കുട്ടികളെല്ലാം അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിലും കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതിനായി ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇത്രയും അധികം വാലിഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് തന്ന അനീസ് സാറിന് നന്ദി. താങ്ക് യു.